അല്ല, ഒരു കാരണവശാലും അവന് ജാമ്യം കിട്ടരുതെന്ന് ഞാൻ പ്രോസിക്യൂട്ടറിനോട് പറയായിരുന്നു. എന്നിട്ട് അയാൾ എന്ത് പറഞ്ഞു? അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അയാൾ ഒരു ഹരിചന്ദ്രനാണ്. പ്രോസിക്യൂട്ടറുടെ ജോലി പ്രതിക്ക് ജാമ്യം കിട്ടാതെ നോക്കുക എന്നുള്ളതാണല്ലോ. കോടതി പ്രതിക്ക് ജാമ്യം കൊടുത്താ അത് അയാളുടെ കൂടെ തോൽവിയാണല്ലോ. അതെ, പക്ഷേ എനിക്ക് അയാളെ എന്തോ വിശ്വസിക്കാൻ തോന്നുന്നില്ല. നമുക്ക് വേണമെങ്കിൽ കുറച്ച് പണം ഇറക്കി നോക്കാം. അതില് വീഴാത്ത ഒരു ഹരിചന്ദ്രൻ ഈ ലോകത്തില്ല. ഇയാൾക്ക് പണം ഓഫർ ചെയ്യുന്നതിനേക്കാൾ ഭേദം ഒരു തൂക്കേറ് വാങ്ങി സ്വയം കഴുത്തിയിടുന്നതാണ് നല്ലത്. നമുക്ക് നോക്കാം. ഈ കേസിൽ അവന് ജാമ്യം കിട്ടുന്ന സാറിന് പേടിയുണ്ടോ? ഒരിക്കലുമില്ല. ജാമ്യം കിട്ടാതിരിക്കാനുള്ള സകല വകുപ്പുകളും ഞാൻ FIR ചേർത്തിട്ടുണ്ട്. മാഡം ധൈര്യമായിട്ടിരിക്കും. കോടതി കൂടാൻ സമയമായി. വരൂ. എന്നിട്ടന്ന് ബന്ധുക്കളാരും കേസ് കൊടുത്തില്ലായിരുന്നു? യെസ് യുവർ ഓണർ. അന്ന് അനിരുദ്ധന്റെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസ് എന്താ അന്വേഷിച്ചില്ലേ? നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ മിസ്സിംഗ് കേസ് കൊടുത്താലുള്ള നോർമലായ പോലീസ് എൻക്വയറി മാത്രമേ ഇതിലുണ്ടായിട്ടുള്ളൂ. പിന്നീട് പോലീസും അത് മറന്നു, എല്ലാവരും അത് മറന്നു. പക്ഷേ യുവർ ഓണർ, കാലതാമസം കൊണ്ട് തെളിവുകൾ ഒരിക്കലും ദുർബലമാവുന്നില്ല. മറിച്ച് കുറ്റകൃത്യത്തിന്റെ ഗൗരവം വർദ്ധിക്കുക ചെയ്യുന്നത്. ഈ നിൽക്കുന്ന പ്രതി തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് പോലീസ് വിശ്വസിക്കുന്നു. സർ, അതിന് എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവുണ്ട് യുവർ ഓണർ. ഈ കൊല്ലപ്പെട്ട അനിരുദ്ധൻ ഈ കേസിലെ പ്രതിയായ സച്ചിദാനന്ദന്റെ ബന്ധുവായിരുന്നു. സർ, അനിരുദ്ധനോട് പ്രതിക്ക് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട്. യെസ്, കണ്ടിന്യൂ. താങ്ക് യു മൈ ലോർഡ്. ഇത്രയും വർഷങ്ങൾ പ്രതി വളരെ വിജയകരമായി തെളിവുകൾ നശിപ്പിക്കുകയും ഡെഡ് ബോഡി മറയ്ക്കുകയും ചെയ്തു. ഒരു വലിയ പാറക്കുഴിയിലാണ് അന്ന് ഈ പ്രതി അനിരുദ്ധന്റെ ഡെഡ് ബോഡി ഉപേക്ഷിച്ചത്. ഇപ്പോ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒരു എക്സ്കവേഷന്റെ ഭാഗമായി പരിശോധന നടത്തിയപ്പോഴാണ് സ്കെൽട്ടൺ റിമൈൻസ് കിട്ടിയത്. അത് അനിരുദ്ധന്റേത് തന്നെയാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിട്ടുമുണ്ട്. സ്കെൽട്ടന്റെ കൂടെ കിട്ടിയ തലയോട്ടി ഫോറൻസിക് എക്സ്പേർട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്തു. അതിൽ നിന്ന് കൊല്ലപ്പെട്ടയാളുടെ ഒരു രേഖാചിത്രം പോലീസ് വരച്ചെടുത്തു. അത് അനിരുദ്ധന്റെ തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചത് അങ്ങനെയാണ്. ആ സമയം മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയ പ്രതി അപ്രതീക്ഷിതമായി അവിടെ വെച്ച് ആ രേഖാചിത്രം തിരിച്ചറിഞ്ഞത് ഈ കേസിൽ വഴിത്തിരിവാവുകയായിരുന്നു എന്ന് പോലീസ് FIRൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ഈ പ്രതി തന്നെയാണ് കൊലപാതകം ചെയ്തതെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. സൂപ്പർ ഇമ്പോസിംഗ് എന്ന സാങ്കേതിക വിദ്യയുടെ ആധികാരികത ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രം തെളിവായി എടുക്കാൻ സാധിക്കുകയില്ല. പക്ഷേ പല കേസുകളിലും അത് ശരിയായി വന്നിട്ടുണ്ടല്ലോ. ചില കേസുകളിൽ തിരിച്ചും വന്നിട്ടുണ്ട് യുവർ ഓണർ. എന്തൊക്കെയാണ് മറ്റ് റീസൺസ്? എക്സ്പ്ലെയിൻ. മരിച്ചയാളിന്റെ വലത് കൈപ്പത്തിയിൽ വെടിയേറ്റിട്ടുള്ളതായി ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതൊരിക്കലും മരണകാരണമാവില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ മരണകാരണം മറ്റെന്തോ ആണ്.
പിന്നെ എന്റെ കക്ഷിക്ക് തോക്ക് ഉപയോഗിക്കാൻ അറിയില്ല, അതിന് ലൈസൻസും ഇല്ല. സെക്ഷൻ 27 എവിഡന്റ് ആക്ട് പ്രകാരം പ്രതിയായ എന്റെ കക്ഷിയിൽ നിന്ന് ഒരായുധവും ഇന്ന് വരെ പോലീസ് കണ്ടെത്തിയിട്ടുമില്ല. ഞാൻ അന്വേഷിച്ചു മനസ്സിലാക്കിയ പ്രകാരം കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഈ അനിരുദ്ധൻ നന്നായി മദ്യപിക്കുന്ന ഒരാളായിരുന്നു. അതും ഒറ്റയ്ക്കല്ല, സംഘം ചേർന്ന് സുഹൃത്തുക്കളോടൊപ്പം. അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു തർക്കമുണ്ടാവുകയും ആരെങ്കിലും അദ്ദേഹത്തെ വെടിവെച്ചത് കൈപ്പത്തിയിൽ ഏൽക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ ഈ പാറക്കുഴിയിൽ വീണുപോയതാകാനുമാണ് സാധ്യത. ബാക്കി എന്തൊക്കെയാണ്? പ്രോസിക്യൂഷൻ പറഞ്ഞ ഒരു വാദം ഞാൻ അംഗീകരിക്കുന്നു. ഇത് പൂർണ്ണമായും ആസൂത്രിതമായ ഒരു ക്രൈം തന്നെയാണ്. പക്ഷേ അത് ചെയ്തത് എന്റെ കക്ഷിയല്ല. കാരണം അങ്ങനെയുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലവും എന്റെ കക്ഷിക്കില്ല. പിന്നെ അനിരുദ്ധനോട് എന്റെ കക്ഷിക്ക് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നതും തെറ്റാണ്. യുവർ ഓണർ, കേരളത്തിൽ നിരപരാധികളായ ഒരുപാട് ചെറുപ്പക്കാർ പോലീസിന്റെ ഇതുപോലുള്ള ക്രൂരതയിൽ ബലിയാടാവുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഉരുട്ടിക്കൊലയും ലോക്കപ്പ് മർദ്ദന കൊലപാതകങ്ങളും ഒരുപാട് കണ്ടവരാണ് നമ്മൾ.